നമസ്കാരം. ഇറാനിൽ യുവതിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. വർഷങ്ങളോളം നീണ്ടുനിന്ന ഗാർഹിക പീഡനത്തിനൊടുവിൽ പ്രായമുള്ള ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് യുവതിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. 24-കാരിയായ റാണ ഫറാജ് ഒഗ്ലെ എന്ന യുവതിയെയാണ് തൂക്കിലേറ്റിയത്. 15ഓളം വയസ്സുള്ളപ്പോഴാണ് ഇവർ വിവാഹിതയായത്. വിവാഹപ്രായത്തിന് മുൻപ് തന്നെ നിർബന്ധിതമായി വിവാഹം കഴിക്കപ്പെട്ട ബാലവധുവായിരുന്നു ഇവർ. വർഷങ്ങളോളം ഭർത്താവിന്റെ ഗാർഹിക പീഡനം ഏറ്റതിനെ തുടർന്ന് സഹികെട്ടാണ് ഇവർ കൊലപാതകം നടത്തിയത്. കുറ്റം ചെയ്യുമ്പോൾ പ്രായപൂർത്തിയാകാത്തവർക്ക് വധശിക്ഷ നൽകുന്നത് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ നിരവധി തവണ അധികൃതർക്ക് അപ്പീൽ നൽകിയിരുന്നു. എന്നാൽ ഈ അപ്പീലുകളെല്ലാം അവഗണിച്ചാണ് ശിക്ഷ നടപ്പിലാക്കിയത്. ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് 2 വർഷം മുമ്പാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇറാൻ ജുഡീഷ്യറി അടിസ്ഥാന ന്യായ വിചാരണ ഉറപ്പുകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിച്ചുവെന്നും നാഷണൽ കൗൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ വെളിപ്പെടുത്തി. കോടതിയിൽ തനിക്ക് അഭിഭാഷകനെ വേണ്ടെന്ന് അവർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. മരണം പോലുള്ള ഒരു ജീവിതത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കണമെന്ന അപേക്ഷ മാത്രമാണ് അവർ നൽകിയത്. എന്നാൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ അവരുടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. വധശിക്ഷകളുടെ വ്യാപ്തി മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് ആരോപണം. റാണ ഫറാജ് ഒഗ്ലെയുടെ മരണത്തോടെ ഇറാനിൽ ഈ വർഷം വധശിക്ഷയ്ക്ക് വിധേയരായ സ്ത്രീകളുടെ എണ്ണം 57ആയി. രാജ്യത്ത് രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കാണിത്. 2024 ഇത് 34 കണക്കുകൾ പ്രകാരം 2007 മുതൽ കുറഞ്ഞത് 320 സ്ത്രീകളെയെങ്കിലും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. അവയിൽ പലതും ഗാർഹിക പീഡനം, ശൈശവ വിവാഹം അല്ലെങ്കിൽ സ്വയം പ്രതിരോധവുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷയായിട്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്തവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഉടമ്പടികളുടെയും നഗ്നമായ ലംഘനമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അധികാരമേറ്റതിനു ശേഷം ഇറാനിൽ വധശിക്ഷ വർദ്ധിച്ചതായി വിദഗ്ധർ പറയുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മൊത്തത്തിൽ 2600-ലധികം വധശിക്ഷകൾ നടപ്പിലാക്കിയെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഫറാജ് ഒഗ്ലെയുടെ വധശിക്ഷ നടപ്പിലായതോടെ 25 വയസ്സുള്ള ഗോളി ഖൂഖാൻ എന്ന യുവതിയുടെ വിധിയെക്കുറിച്ചും വീണ്ടും ആശങ്ക ഉളവാക്കുന്നു. കുട്ടിക്കാലത്ത് തന്നെ നിർബന്ധിത വിവാഹത്തിന് വിധേയമാക്കപ്പെട്ട ഈ പെൺകുട്ടി പീഡകനായ ഭർത്താവിനെ കൊന്നതിന് ഇപ്പോൾ വധശിക്ഷ കാത്തുകിടക്കുകയാണ്. ഡിസംബറോടെ ദയാധനമായ 80,000 പൗണ്ട് സ്വരൂപിച്ചില്ലെങ്കിൽ ഗോളി ഖൂഖാനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും. കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു യുവതി വളർന്നത്. 12 വയസ്സുള്ളപ്പോൾ അവളെ കുടുംബത്തിലുള്ള ബന്ധുവുമായി വിവാഹം കഴിപ്പിച്ചു. 1 വർഷത്തിനുള്ളിൽ തന്നെ അവൾ ഗർഭിണിയായി. 13 വയസ്സുള്ളപ്പോൾ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. വർഷങ്ങളായി അവൾ പീഡനത്തിന് ഇരയായെന്നും സംരക്ഷണമോ സാമൂഹ്യ സേവനങ്ങളോ ലഭിച്ചിട്ടില്ല എന്ന് ആക്ടിവിസ്റ്റുകൾ പറയുന്നു. 2018 ഭർത്താവ് 5 വയസ്സുള്ള മകനെ മർദ്ദിക്കുന്നത് കണ്ട് പ്രതിരോധിച്ചതോടെയായിരുന്നു യുവതിയുടെ ജീവിതത്തിലും ഇരുട്ട് വീണത്. ഇരുവർക്കുമിടയിലുള്ള തർക്കം പിന്നീട് വഴക്കിലെത്തുകയായിരുന്നു. തുടർന്ന് യുവതി സഹായത്തിനായി തന്റെ ബന്ധുവിനെ വിളിച്ചു. ഇതിനിടയിൽ വഴക്ക് മൂർച്ഛിച്ചു. ഇതിനിടയിലുണ്ടായ പരിക്കുകൾ മൂലം ഭർത്താവ് മരിക്കുകയായിരുന്നു. ഖൗഖാൻ ഒരു ആംബുലൻസ് വിളിച്ച് എന്താണ് സംഭവിച്ചതെന്നും വിശദീകരിച്ചിരുന്നു. എന്നാൽ അവളെയും സഹായത്തിനെത്തിയ ബന്ധുവിനെയും ഉടനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവർക്കും അഭിഭാഷകരില്ലായിരുന്നു. യുവതിക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ലായിരുന്നുവെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു. ജഡ്ജിമാർ യുവതിയെ ഖുസാസ് ശിക്ഷയ്ക്ക് വിധിച്ചു. അതായത് ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന്റെ കടുത്ത വ്യാഖ്യാനമാണ് നടപ്പാക്കുന്നത്. കണ്ണിന് കണ്ണ് എന്നതിന് സമാനമായ ശിക്ഷാരീതിയാണ് ഖിസാസ്. നഷ്ടപരിഹാരം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇരയുടെ കുടുംബത്തിന് ഇവരുടെ വധശിക്ഷ ആവശ്യപ്പെടാം. അതേസമയം രാജ്യത്തുടനീളം 24 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയതായി ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു. മതനിയമങ്ങളാൽ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ. അടുത്തിടെ ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ മാരത്തൺ മത്സരത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചത് ചൂണ്ടിക്കാട്ടി സംഘാടകരെ അറസ്റ്റ് ചെയ്യാൻ ഇറാനിയൻ നീതിന്യായ വിഭാഗത്തിന്റെ ഉത്തരവിട്ടതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളുടെ ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഈ നടപടി. തീരദേശ ദ്വീപായ കിഷിൽ നടന്ന മാരത്തണിൽ ഏകദേശം 2000 സ്ത്രീകളും 3000 പുരുഷന്മാരും പ്രത്യേകമായി പങ്കെടുത്തിരുന്നു. BBC റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീകൾ ചുവന്ന ടീഷർട്ടുകൾ ധരിച്ചായിരുന്നു എത്തിയിരുന്നത്. ചിലർ ഹിജാബോ തലമറയ്ക്കുന്ന മറ്റു വസ്ത്രങ്ങളോ ധരിച്ചിരുന്നില്ല. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയായിരുന്നു നടപടിയെടുത്തത്.